നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം സമ്മേളനത്തിൻ്റെ 10ാം ദിവസമായ ഇന്ന് സഭാതലത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഒപ്പം ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടന്നു. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാരെന്ന് വാക്കാൽ മറുപടി നൽകിയത്. സാങ്കേതിക വിദ്യാഭ്യാസ പഠനരംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്തം, സർവകലാശാലകൾക്ക് മികവിന്റെ പുരസ്കാരങ്ങൾ, KSRTCയെ സ്വയം പര്യാപ്തമാക്കാൻ നടപടി, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ 2024-25 വർഷത്തെ അക്കാദമിക് കലണ്ടർ ഏകീകൃതമാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു സഭയെ അറിയിച്ചു. 24-25 അക്കാദമിക വർഷത്തേക്കുള്ള അക്കാദമിക് കലണ്ടർ ഏകീകൃതമായ നിലയിൽ തയ്യാറായി കഴിഞ്ഞു എന്ന് സന്തോഷപൂർവ്വം ഈ സഭയെ അറിയിക്കുകയാണ്. യൂണിഫോമുകളുള്ള കോളേജുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുമെന്നും ബിരുദാനന്തര ബിരുദ കോഴ്സുകളുടെ കരിക്കുലം പരിഷ്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബിരുദ കരിക്കുലം പരിഷ്കരണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിൽ KSRTC സമ്പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KV ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു 6 മാസത്തിനുള്ളിൽ ടോട്ടൽ ടിക്കറ്റിൻ്റെ സംവിധാനം മുഴുവൻ മാറാൻ പോവുകയാണ്. ക്യാഷ്ലെസ് ഓപ്പറേഷൻസും, ക്യാഷ് കൊടുത്തും പോവാം, ക്യാഷ്ലെസ് ഓപ്പറേഷൻ, അതുപോലെ GPS കറക്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനുകളിൽ ഡിസ്പ്ലേ ബോർഡുകളും അനൗൺസ്മെൻറ്റ് ഓട്ടോമാറ്റിക് റെയിൽവേയിൽ വരുന്ന പോലെ ഓട്ടോമാറ്റിക് വണ്ടിയുടെ അവൈലബിലിറ്റി വണ്ടി വരുന്ന സമയം നൽകുകയും ചെയ്യും. അതുമാത്രമല്ല, എല്ലാവരുടെയും മൊബൈൽ ഒരു ആപ്പിലൂടെ, വിവിധ ആപ്പുകൾ, റെയിൽവേക്കുള്ളതുപോലെ 4-5 ആപ്പ് കാണും. ഏത് ആപ്പിലൂടെ വേണമെങ്കിലും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന റൂട്ടിലെ ബസ്സുകൾ, ആ ബസ്സിൻ്റെ സീറ്റിൻ്റെ കണ്ടീഷൻ, ബുക്ക് ചെയ്യുക, അതിന് റിസർവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉള്ള ആപ്പുകൾ പുറത്തിറക്കും. ഒരു 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ KSRTC സമ്പൂർണ്ണമായി കമ്പ്യൂട്ടറൈസ് ചെയ്ത് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറും. KSRTC ജീവനക്കാർക്ക് ഒറ്റ ഗഡുവായി ശമ്പളം കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും 15 വർഷം പഴക്കമുള്ള KSRTC ബസ് ഉൾപ്പെടെയുള്ള സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന്റെ ഭാഗമായി ഓപ്പൺ ടെൻഡർ ഉടൻ വിളിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മൾ ഡിഫോൾട്ട് കാറ്റഗറിയിലായിരുന്നു എപ്പോഴും, നമുക്ക് ആരും ലോൺ തരില്ല. അതിൽ നിന്ന് മാറി ഇപ്പോൾ സിയിലേക്ക് വന്നു. നമ്മൾ കുറച്ച് കണക്കുകൂടി കൊടുക്കാനുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ B- വരും. വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം എടുക്കാനും അത് വെച്ച് തൊഴിലാളികളുടെ ശമ്പളം ഒന്നാം തീയതി തന്നെ ആദ്യം ഒറ്റ ഗഡുവായി 1-ാം തീയതി 2-ാം തീയതി ആയിട്ട് കൊടുക്കത്തക്ക രീതിയിൽ 1-ാം തീയതി തന്നെ പറ്റുമെങ്കിൽ 1-ാം തീയതി തന്നെ കൊടുക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊളിക്കൽ പ്രക്രിയയ്ക്കുള്ള ഓപ്പൺ ടെൻഡർ വിളിക്കാൻ പോവുകയാണ്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി വിപുലമായ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ V അബ്ദുറഹ്മാൻ അറിയിച്ചു. വിദേശ ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ ദേശാൽകൃത ഷെഡ്യൂൾ ബാങ്കിൽ നിന്നോ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ നിന്നോ വാങ്ങുന്ന ലോണിന് പലിശ ഇനത്തിൽ വരുന്ന പണം ധനസഹായമായിട്ടാണ് ഇപ്പോൾ നൽകുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവകൾക്കും നിരാശ്രയരായ വനിതകൾക്കുമായി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കാൻ 5 ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ നൽകുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി തുക സംബന്ധിച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഓർഡർ റൂൾ 50 നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം ത്രിതല പഞ്ചായത്തുകളുടെ 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതി അടങ്കൽ തുക യഥാസമയം അനുവദിക്കാതെ സ്പില്ലോവറാക്കി തിരിച്ചുപിടിച്ചതും 2021-22 മുതലുള്ള സ്പില്ലോവർ തുക അനുവദിക്കാത്തതും മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനം പ്രതിസന്ധിയിലായതായി പറയപ്പെടുന്ന സ്ഥിതിവിശേഷം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ T സിദ്ദീഖ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാനിസി ക്യാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പദ്ധതി വിഹിതം കൃത്യമായി ലഭിക്കാത്തതിനാൽ പ്രാദേശിക വികസനം സ്തംഭിച്ചിരിക്കുകയാണെന്ന് ശ്രീ T സിദ്ദീഖ് ആരോപിച്ചു. ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ
പ്രാദേശിക സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നടപടികളും അവരുടെ അധികാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കവർന്നെടുക്കലും അവസാനം പദ്ധതി വിഹിതം പോലും നൽകാതെ അവയെ വീർപ്പ് മുട്ടിക്കുന്ന അതീവ ഗൗരവതരമായ സാഹചര്യം നിലനിൽക്കുകയാണ് സർ. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ കൂടി കടന്നുപോയപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം തുടങ്ങി 3 മാസത്തിനിടെ 3887 കോടിയിലധികം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു. ജൂലൈ മാസത്തിലെ ഗഡു കൃത്യമായി നൽകുമെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ കടുത്ത പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും അതിൽ വെള്ളം ചേർക്കാനോ പിന്നാക്കം പോകാനോ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. ചുരുക്കി പറഞ്ഞാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 3 മാസങ്ങളിൽ തന്നെ 3887.02 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ചത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് വീണ്ടും അറിയിക്കുക. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിനുള്ള അനുമതി നിഷേധിക്കുന്നു. പ്രാദേശിക വികസനം വഴിമുട്ടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട സംസ്ഥാനത്തെ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ പ്രമോദ് നാരായൺ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവും അങ്കമാലി ശബരി റെയിൽപാത പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ എൽദോസ് പി കുന്നിപ്പിള്ളിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാനും മറുപടി പറഞ്ഞു. പരിവർത്തിത ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്ന കാര്യം പരിശോധിച്ചു വരുന്നു സാർ. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണമായിട്ടുള്ള സമ്മതമാണ് ഉള്ളത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. 10 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. ഗവൺമെന്റിന്റെ അഷ്വറൻസ് ആണ്, ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയതാണ്, ഇങ്ങനെ ഒരു ശിക്ഷാ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല. പട്ടയം കിട്ടിയ ഭൂമിയിൽ അവർ നട്ടുവളർത്തിയതും കിളിർത്തു വന്നതുമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അവകാശം കൃഷിക്കാർക്ക് ലഭിക്കണം. പട്ടയഭൂമിയിൽ പട്ടയം ലഭിച്ച ശേഷം നട്ടുവളർത്തിയതും കിളിർത്തു വന്നതുമായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് പട്ടയം ലഭിച്ച ആളിനും അവകാശം ഉണ്ടായിരിക്കും എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു ചട്ട ഭേദഗതി വരുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ്. 2023 അർത്ഥപലിശയും ജന്മിഭോഗവും കരത്തിൽ ചെലവും ചട്ടങ്ങൾക്ക് ഡോക്ടർ N ജയരാജ് നൽകിയ ഭേദഗതി സഭ പരിഗണിച്ചു. ഡോക്ടർ N ജയരാജ് നിർദ്ദേശിച്ച ചില ഭേദഗതികളും ഔദ്യോഗിക ഭേദഗതിയും സഭ അംഗീകരിച്ചു. ചട്ടങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ വേണ്ടത്ര ശ്രദ്ധ നൽകാത്തതിനാലാണ് പ്രസ്തുത ചട്ടങ്ങൾക്ക് സഭ ഭേദഗതി നിർദ്ദേശിക്കേണ്ടി വന്നതെന്ന് പരാമർശിച്ച സ്പീക്കർ ശ്രദ്ധാപൂർവം വേണം ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് റൂളിംഗ് നൽകി. അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് തലത്തിൽ കടന്നുകൂടിയ പിശകുകളാണെന്നാണ് കാണുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് ചെയർ റൂൾ ചെയ്യുന്നു. സർക്കാർ പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങളിൽ കടന്നുകൂടുന്ന പിശകുകൾ തിരുത്തുക എന്ന ഭാരിച്ചുത്തരവാദിത്വം കൂടി സഭാതലത്തിൽ ഏറ്റെടുക്കുന്നത് സഭയുടെ വിലയേറിയ സമയം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 9, 33, 41 നമ്പർ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടന്നു. 17 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി പറഞ്ഞു. സർക്കാർ എത്രയും പെട്ടെന്ന് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കും. പക്ഷെ കള്ളുകുടിക്കാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കള്ളുകുടിച്ച് വണ്ടി ഓടിച്ചാൽ അവർക്ക് മാത്രമല്ല റോഡിൽ പോകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാണ്. സാർ, ഇവിടെ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് സുരക്ഷയ്ക്കും സാമൂഹ്യമായ പുരോഗതിക്കും വലിയ തരത്തിലുള്ള പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ അവരുടെ ജീവനും സ്വത്തിനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതികളാണ്
ഈ കഴിഞ്ഞ 2 സന്ദർഭങ്ങളായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കി വരുന്നു. വാഹന നികുതികൾ എന്ന 9-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ അബ്സ്റ്റെയിൻ എന്ന ക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. സ്റ്റാർട്ട് പോളിംഗ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ 74, പ്രതികൂലിക്കുന്നവർ 30, നിഷ്പക്ഷത പാലിക്കുന്നവർ നിൽ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4:45 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.